മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ സഹീഹായ പരമ്പരകളോട് നിവേദനം ചെയ്തിട്ടുള്ള ഹദീസുകളിൽ 5 നേരത്തെ നിസ്കാരവും കൃത്യമായി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന നഹറൻ ബിബാബി അഹദികും യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസൻ മാ തഖൂലു ദാലിക യുബ്ഖി മിൻ ദർനിഹി ശൈഅൻ ഖാലു ലാ യുബ്ഖി മിൻ ദർനിഹി ശൈഅ ഖാൽ ഫദാലിക മസലു സ്വലവാത്തിൽ ഖംസ് യംഹുല്ലാഹു ബിഹിൽ ഖതായ. ബുഖാരി മുസ്ലിം. റസൂലുള്ളാഹി പറയുകയാണ്, നിങ്ങളുടെ ഒരാളുടെ വാതിലിന്റെ മുമ്പിലൂടെ ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിൽ നിന്ന് 5 നേരം കുളിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ? സ്വഹാബത്തുറാം പറഞ്ഞു, ലാ യുബ്ഖി മിൻ ദർനിഹി ശൈഅ, ഇല്ല, ഒന്നും തന്നെ ബാക്കിയാവുകയില്ല. എങ്കിൽ അതാണ് ഫദാലിക മസലു സ്വലവാത്തിൽ ഖംസ്, 5 നേരത്തെ നിസ്കാരങ്ങളുടെ ഉപമ അതാണ്. യംഹുല്ലാഹു ബിഹിൽ ഖതായ, അത് മുഖേന മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുന്നു. 5 നേരത്തെ നിസ്കാരമെന്ന് പ്രവാചകൻ ആ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ ധാരാളം ഹദീസുകൾ വേറെയും വിശദീകരിക്കുകയാണെങ്കിൽ കുറേയും പ്രവാചക തിരുമേനിയുടെ വാക്യങ്ങളിൽ നമുക്ക് തെളിവിന് ഇത്ര മാത്രം മതി. ഇനി ഈ സമയങ്ങളൊക്കെയും കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഓരോ സമയവും ഇന്ന സമയം മുതൽ ആരംഭിക്കുന്നു, ഇന്ന സമയത്ത് അവസാനിക്കുന്നു എന്നിങ്ങനെയുള്ള കൃത്യമായ കണക്കും നിസ്കാരത്തിന്റെ രൂപവും എല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയുണ്ടായി. പ്രവാചകന് ഇസ്രാ മിഅ്റാജിന് പോയ രാത്രിയിലാണല്ലോ നിസ്കാരം പടച്ചതമ്പുരാൻ നിർബന്ധമാക്കി നിയമമാക്കിയത്. അതിന്റെ പിറ്റേ ദിവസത്തെ ളുഹറിൽ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് ഇമാമായിക്കൊണ്ട് നിസ്കരിക്കുകയുണ്ടായി. അത് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅഹു ജിബ്രീൽ അലൈഹിസ്സലാം فقال له قم فصلي فصلى الظهر حين زالت الشمس ثم جاءه العصر. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ജാഅഹു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ വന്നു. എന്നിട്ട് ഫഖാല ലഹു, നബിയോട് പറഞ്ഞു, ഖും ഫസല്ലി, എഴുന്നേറ്റ് നിസ്കരിക്കുക. അങ്ങനെ ഫസല്ലൽ ളുഹ്റ, ളുഹ്ർ നിസ്കരിച്ചു. എപ്പോൾ? ഹീന സാലത്തി ശംസു, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയ ആ സമയത്ത്. അപ്പൊ ളുഹ്ർ കഴിഞ്ഞു. സുമ്മ ജാഅഹുൽ അസ്ർ, അസ്റിനും വന്നു. എന്നിട്ട് പറഞ്ഞു, ഖും ഫസല്ലി, നിസ്കരിക്കുക. അങ്ങനെ ഫസല്ലൽ അസ്ർ, അസ്ർ നമസ്കരിച്ചു. എപ്പോൾ? ഹീന സാറ ലില്ലു കുല്ലി ശൈഇൻ മിസ്ലുഹു, ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ അത്ര ആയ സമയത്താണ് അസ്ർ നിസ്കരിച്ചത്. ഒരു സാധനം ഇങ്ങനെ നാട്ടിപ്പിടിച്ചാൽ അതിന്റെ അത്ര നിഴല് വന്നാൽ ആ സമയം. സുമ്മ ജാഅഹുൽ മഗ്രിബ്, പിന്നെ മഗ്രിബിന് വന്നു. ഫഖാല ഖും ഫസല്ലി, നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. ഫസല്ലൽ മഗ്രിബ്, മഗ്രിബ് നമസ്കരിച്ചു. ഹീന വജബത്തി ശംസു, സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ച സമയത്ത്. സുമ്മ ജാഅഹുൽ ഇശാ, ഇശാഇന് വന്നു. എന്നിട്ട് വീണ്ടും നമസ്കരിക്കാൻ പറഞ്ഞു. ഫസല്ലൽ ഇശാ, റസൂലുള്ളാഹി ഇശ നിസ്കരിച്ചു. ഹീന ഗാബ ശഫഖ്, മേഘത്തിന്റെ കടും ചുവപ്പ് മാഞ്ഞ ആ സന്ദർഭത്തിൽ. സുമ്മ ജാഅഹുൽ ഫജ്ർ, ഫജ്റിനും വന്നു. ഫഖാല ഖും ഫസല്ലി ഫസല്ലൽ ഫജ്ർ ഹീന ബരിഖൽ ഫജ്ർ, പ്രഭാതം പൊട്ടിവിടർന്ന ആ സമയത്ത് നിസ്കരിച്ചു. പിറ്റേ ദിവസവും വന്നു. 2 ദിവസം വന്നിട്ടുണ്ട്. ആദ്യം സമയങ്ങളുടെ തുടക്കം പഠിപ്പിച്ചു കൊടുക്കാൻ. സുമ്മ ജാഅഹു മിനൽ ഗദ്, പിറ്റേ ദിവസവും ജിബ്രീൽ വന്നു. എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. ളുഹറിന്റെ സമയത്ത് നിസ്കരിച്ചു. ഏത് സമയത്താ നിസ്കരിച്ചത്? ഹീന സാറ ലില്ലു കുല്ലി ശൈഇൻ മിസ്ലഹു, ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ അത്ര ആകുന്നത് വരെയുള്ള സമയം. അപ്പൊ ളുഹറിന്റെ സമയം സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ അസർ വരെയും ളുഹറിന് സമയമുണ്ട് എന്ന് ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. ആദ്യത്തെ ദിവസം സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയ ആ സമയത്ത് നിസ്കരിച്ചു. പിറ്റേ ദിവസം സൂര്യൻ ഒരു നിഴൽ അതിന്റെ അത്ര ആകുന്ന ആ സമയത്ത് കാര്യം നിർവഹിച്ചു. സുമ്മ ജാഅഹുൽ അസ്ർ, പിന്നീട് അസറിന് വന്നു. നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അസർ നിസ്കരിച്ചപ്പോ സൂര്യൻ ഏത് സന്ദർഭത്തിലാണ്? ഹീന സാറ ലില്ലു കുല്ലി ശൈഇൻ മിസ്ലൈഹി, ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ 2 ഇരട്ടിയാകുന്ന സമയത്താണ് നിസ്കരിച്ചത്. ആദ്യം 1 ഇരട്ടിയാവുമ്പോഴാണ് അസർ തുടങ്ങിയത്, തുല്യമാകുന്ന സമയത്ത്. പിന്നീട് 2 ഇരട്ടിയാകുന്ന ആ സമയത്താണ് പിറ്റേ ദിവസം അസർ നിസ്കരിക്കാൻ വേണ്ടി വന്നത്. പിന്നീട് മഗ്രിബ് നിസ്കരിച്ചു. വഖതൻ വാഹിദൻ, ഒരൊറ്റ സമയത്ത് തന്നെ. ലം യസുല്ലു, അതിൽ നിന്ന് മാറ്റം വന്നില്ല. സുമ്മ ജാഅഹുൽ ഇശാ, ഇശാക്ക് വന്നു. ഹീന ദഹബ നിസ്ഫുൽ ലൈൽ, രാത്രിയുടെ പകുതിയായപ്പോൾ, പാതിരാവായപ്പോൾ വന്നു. ഫസല്ലൽ ഇശാ, ഇശാ നമസ്കാരം നിർവഹിച്ചു. പിന്നീട്
നന്നായി നേരം വെളുത്ത് പുലർച്ചയായ സമയത്ത് വെളിച്ചം നല്ലവണ്ണം ഓടിയ സമയത്ത് ഫജ്ർ നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, മാ ബൈന ഹാദൈനിൽ വഖതൈനി വഖ്തുൻ, ഇന്നലെ കാണിച്ച സമയത്തിന്റെയും ഇന്ന് കാണിച്ച സമയത്തിന്റെയും ഇടയ്ക്കുള്ള ഈ സമയങ്ങളാണ് ഓരോ നിസ്കാരങ്ങളുടെയും സമയം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു. ഈ ജിബ്രീൽ വന്ന് നിസ്കരിച്ച ഈ ഹദീസിനെ സംബന്ധിച്ച് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇമാം അഹ്മദ്, നസാഇ, തിർമിദി എന്നീ മുഹദ്ദിസീങ്ങളാണ്. ഇതിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഹുവ അസഹ്ഹു ശൈഇൻ ഫിൽ മവാഖീതി, നിസ്കാര സമയങ്ങളെപ്പറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഹദീസ് ഇപ്പൊ ഈ കേൾപ്പിക്കപ്പെട്ട ഹദീസാകുന്നു എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി. ഇവിടെ വേറെ റിപ്പോർട്ടിൽ അമ്മനി ജിബ്രീൽ മർറത്തൈനി ഇൻദൽ ബൈത്തി എന്നാണ്. 2 പ്രാവശ്യം ജിബ്രീൽ എന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇങ്ങനെ ഇമാമായി നിൽക്കുകയുണ്ടായി. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം. ഈ ഹദീസിൽ അസറിന്റെ 2ാമത്തെ ദിവസത്തെ സമയം പറഞ്ഞത് ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ 2 ഇരട്ടിയാവുന്നത് വരെയെന്നാണ്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകും, മഗ്രിബ് വരെ സൂര്യ അസ്തമനം വരെ അസറിന്റെ സമയമല്ലേ? അത് വേറെ ഹദീസുകൾ കൊണ്ട് തെളിഞ്ഞതിനാൽ അങ്ങനെ സമയമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ഹദീസിൽ പ്രവാചകൻ ഇത് എടുത്തുകൊണ്ട് തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വഖ്തു സ്വലാത്തിൽ അസ്രി മാലം തസ്ഫറ ശംസു വയസ്ഖുത ഖർനുഹൽ അവ്വൽ. അതേപോലെ തന്നെ അസർ നമസ്കാരത്തിന്റെ സമയം മാലം തസ്ഫറ ശംസു, സൂര്യൻ മഞ്ഞയായിട്ടില്ലാത്ത ആ സമയത്താണ്. വയസ്ഖുത ഖർനുഹൽ അവ്വൽ എന്ന് പറഞ്ഞാൽ അതിന്റെ 1ാമത്തെ കൊമ്പ് വീഴുക എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു തുടങ്ങുന്ന ആ സമയം വരെയാണ്. അപ്പൊ മഗ്രിബ് ആ അസ്തമനത്തോട് വരെയുള്ള സമയം അസറിനുണ്ട് എന്ന് മറ്റ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിരിക്കയാൽ അസറിന്റെ സമയം മഗ്രിബ് വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ മഗ്രിബിനും വഖ്തു സ്വലാത്തിൽ മഗ്രിബി മാലം യസ്ഖുത് സൗറു ശഫഖി, മഗ്രിബിന്റെ സമയം കടും ചുവപ്പ് നീങ്ങുന്നത് വരെ ആകുന്നു. അപ്പോ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് ആ മേഘത്തിന്റെ ചുവപ്പ് മായുന്നതിന് മുമ്പ് മഗ്രിബ് നിസ്കരിച്ചാലും മഗ്രിബിന്റേതായ സമയത്തിൽ ഉൾപ്പെടും എന്നാണ്. അപ്പൊ ഈ നിലയ്ക്ക് മറ്റ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതുകൊണ്ട് ഈ സമയങ്ങളിൽ ഒരു ഇളവ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അസറിന്റെയും മഗ്രിബിന്റെയും പരമാവധി സമയം ഹദീസുകളിൽ വ്യക്തമാക്കിയതുപോലെ അസറിന്റെയും മഗ്രിബിന്റെയും പരമാവധി സമയം നമ്മൾ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കി. ഇതേപോലെ തന്നെ പാതിരാവ് കഴിഞ്ഞാൽ സുബഹി വരെ ഇശാഇന്റെ സമയമുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ നിലവിലുണ്ട്. ഇശാഇന്റെ സമയം അർദ്ധരാത്രി വരെയാണോ അതോ സുബഹി വരെയും ഉണ്ടോ നിസ്കരിക്കാൻ സമയം? അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ ഓരോ നമസ്കാരങ്ങളുടെയും തുടക്കവും അതിന്റെ പരമാവധി സമയത്തെപ്പറ്റിയും പ്രതിപാദനങ്ങൾ എല്ലാ ഹദീസുകളിലും വന്നിട്ടുണ്ടെങ്കിലും ഇശാ നമസ്കാരത്തെപ്പറ്റി അത് രാത്രിയുടെ പകുതിക്കപ്പുറം നീട്ടിയതായി ഒരൊറ്റ ഹദീസുകളിലും കാണാൻ സാധ്യമല്ല എന്ന് ഇതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞു. രാത്രിയുടെ പകുതി വരെയാകുന്നു ഇശായിന്റെ സമയം. അപ്പൊ ഈ സുബൈ വരെ ഉണ്ടല്ലോ, എപ്പോഴും ആകാലോ എന്ന് വിചാരിച്ച് ചോറൊക്കെ ഒന്ന് ഉഷാറായിട്ട് ഉറങ്ങാൻ കിടന്ന് പിന്നെ 2 മണിക്കും 3 മണിക്കും സുബൈസ്കരിക്കുന്ന സ്വഭാവമുണ്ട് ചില ആളുകൾ. അതേപോലെ തന്നെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരുപാട് തുള്ളി വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് ടിവിയിലെ ന്യൂസും വാർത്തയും എല്ലാ വർത്താനവും കഴിഞ്ഞിട്ട് 1-1:30-2 മണിക്ക് വിശ്വസിച്ചിരിക്കുന്ന സമ്പ്രദായമുണ്ട് ആളുകൾക്കിടയിൽ. ഇത് ശരിയാവില്ല, നമ്മൾ മനസ്സിലാക്കണം. ഹദീസിന്റെ പിൻബലം അതിനില്ല. രാത്രിയുടെ ഒരു പകുതി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഖളാ ആകും എന്നൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. വേറൊരു വിഭാഗം പറയുന്നത് ഖളാ ആകില്ല, നിസ്കാരം ശരിയാകും, പക്ഷെ അവൻ കുറ്റക്കാരനാകും എന്നാണ്. സുബഹി വരെ ഉണ്ട് എന്ന് പറയുന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർക്ക് പോലും ചില ആളുകൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഇശായിന്റെ സമയം ഈ സുബഹി വരെ എന്നുള്ള ഒരു നിസ്കാരവൽക്കരണം ഹദീസിന്റെ പിൻബലം അതിനില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇമാം ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ഇമാം ബുഖാരിയുടെ ഹദീസുകൾക്ക് വ്യാഖ്യാനം നൽകിയിട്ടുള്ള പണ്ഡിതനാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ കാണാൻ സാധിക്കും ഈ നിസ്കാരങ്ങളുടെ സമയങ്ങൾ പിന്തിക്കുന്നതും അതേപോലെ തന്നെ അതിന്റെ സമയങ്ങളെപ്പറ്റി പറഞ്ഞ ഹദീസുകളുടെ കൂട്ടത്തിലൊക്കെ അത് ഒന്ന് രാത്രിയുടെ 1/3 ഭാഗം കഴിയുന്നത് വരെ എന്നും വേറൊന്ന് പാതിരാവ് വരെ എന്നുമൊക്കെ പറഞ്ഞു കാണുന്നുണ്ട്. അതുകൊണ്ട് കാനൻ നിസ്ഫു ഗായത തഖീർ, ചിന്തിക്കാവുന്നതിന്റെ അവസാനം രാത്രിയുടെ പാതി വരെയാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വലം അറ, ഞാൻ കണ്ടിട്ടില്ല, ഫിം ഇദാദി വഖത്തിൽ ഇശാഇ, ഇശാഇന്റെ സമയം നീണ്ടുകിടക്കുന്നു, ഇലാ തുലൂഇൽ ഫജ്രി,
ഫജ്ർ വരെയും സുബഹി വരെയും വിശ്വസിക്കാനുള്ള സമയമുണ്ട് എന്ന് പറയുന്നതിന് ഞാൻ കണ്ടിട്ടില്ല ഹദീസൻ സരീഹൻ ബിഹി. അതുകൊണ്ട് സ്ഥാപിക്കാവുന്ന സ്ഥിരപ്പെട്ട ഒരു സഹീഹായ ഹദീസും ആ വിഷയത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ഫത്ഹുൽ ബാരി 2ാം വോള്യം 41ാമത്തെ പേജിൽ അദ്ദേഹം അത് വിശദീകരിക്കുന്നു. അപ്പൊ ഇതാണ് 5 നേരത്തെ നിസ്കാരങ്ങളുടെ സമയങ്ങൾ. ഈ സമയങ്ങൾ കൃത്യമായി തന്നെ നിർവഹിക്കുവാൻ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സത്യവിശ്വാസികളുടെ മേൽ സമയബന്ധിതമായ പരിപാടിയാകുന്നു നിസ്കാരം. ഈ സമയങ്ങളിൽ പ്രത്യേകം ഇളവില്ലാത്ത ആളുകൾക്കൊഴികെ എല്ലാവരും ഈ സമയം കണിശമായി തന്നെ പാലിക്കണം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിനാൽ സ്ഥിരപ്പെട്ടിട്ടുള്ള